നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒട്ടനവധി സസ്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് ചുറ്റും, അതായത് നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ ഒക്കെ ആയിട്ട് തഴച്ചു വളരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സസ്യങ്ങളെപ്പറ്റി നമുക്ക് അറിവ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള അറിവ് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ അവ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയാനും അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി അത് വെച്ച് പിടിപ്പിക്കാനും അതിനെ സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഗുണങ്ങളേറെയുള്ള ഒരു ഔഷധ സസ്യമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേരിൽ മാത്രമല്ല മുറിപ്പച്ച, അപ്പ, കാട്ടപ്പ, അയിമുപ്പച്ച, വേനപ്പച്ച, നീലപ്പീലി, പൂച്ചെടി എന്നിങ്ങനെ പ്രാദേശികമായിട്ട് പല പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ നമ്മൾ കയ്യിലിട്ട് ഞെരടുമ്പോൾ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ളൊരു മണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണം ഇതിന് സംസ്കൃതത്തിൽ തീവ്രഗന്ധ എന്നാണ് പേര്. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് പലപ്പോഴും നമ്മളിലൊരു കൗതുകം ഉണർത്താറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു പേരുണ്ടായതെന്ന്. അപ്പോൾ അതിന് പഴമക്കാർ പറയുന്നൊരു കഥയുണ്ട്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഒളിവിൽ താമസിക്കേണ്ടി വന്ന സഖാക്കളുടെ ശരീരത്തിനേറ്റ പല മുറിവുകളും ഭേദമാക്കിയത് ഈ ഒറ്റമൂലിയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ മുറിഞ്ഞാൽ അപ്പയുടെ ഇല എന്നൊരു ശൈലി നാട്ടിൻ പുറത്തുണ്ട്. അപ്പോൾ എന്നാൽ ഉടനെ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് എടുക്കുന്ന നീരിന് ഏത് വലിയ മുറിവിനെയും ഭേദമാക്കാനുള്ള കഴിവുണ്ടെന്നാണ്. വലിയ രീതിയിൽ വംശവർധന ഉണ്ടാകുന്ന ഈ ഒരു ചെടിയെ നമ്മൾ കളയായിട്ടാണ് പൊതുവെ കാണുന്നതെങ്കിലും ഇതിൻ്റെ ഇലയും തണ്ടും പൂവും എല്ലാം ഔഷധയോഗ്യം തന്നെയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആഹാരമായിട്ട്, അതായത് ശരീരത്തിനുള്ളിലേക്ക് ഉപയോഗിക്കാവുന്നത് ഇതിൻ്റെ ഇല മാത്രമാണ്. ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും അതിൽ കുളിക്കുന്നതും നമുക്ക് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കുളിച്ചാൽ ചിക്കൻ ഗുനിയയോ അല്ലെങ്കിൽ പനി മാറിയതിന് ശേഷം നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദനകളും ഒക്കെ മാറാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതചര്യ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ടത് സഹായിക്കും. ഇതിൻ്റെ ഇലയിൽ പല പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മാംഗനീസ്, ഇരുമ്പ്, ഫൈറ്റിക് ആസിഡ്, ഫ്ലേവനോയിഡ്സ് അങ്ങനെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡുകളാൽ സമ്പന്നമായിട്ടുള്ള ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തിനുള്ളിലുണ്ടാകുന്ന ടോക്സിനുകളെ ഇല്ലാതാക്കുന്നതിന് മാത്രമല്ല ശരീരത്തിലെ ജലാംശത്തിൻ്റെ pH മൂല്യം ക്രമപ്പെടുത്തുന്നതിനും നമ്മളെ സഹായിക്കും. വയറ്റിലെ ക്യാൻസർ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് ഈ ചെടി നമുക്ക് ആശ്വാസം തരും. ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല അരച്ച് സമം വെളിച്ചെണ്ണ ചേർത്ത് ഒരു ലേപനമായിട്ട് നമുക്ക് ദേഹത്ത് പുരട്ടി കഴിഞ്ഞാൽ എത്ര പഴുത്ത മുറിവും ഉണങ്ങാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല അരച്ച് അല്പം മഞ്ഞൾ കൂടി ചേർത്ത് ഉപയോഗിച്ചാൽ നമുക്ക് സ്കിന്നിലുണ്ടാവുന്ന സ്കിൻ പ്രോബ്ലംസിൽ നിന്ന് മുക്തി നേടാനായിട്ടത് ഏറെ സഹായിക്കും. ഇനി ഇതിൻ്റെ വേരിടിച്ച് പിഴിഞ്ഞ നീര് 1 ഔൺസ് കറന്ന ഉടനെയുള്ള പശുവിൻ പാലിൽ ചേർത്ത് കഴിച്ചാൽ നമുക്ക് മൂത്രത്തിൽ കല്ലില്ലാതാവാനായിട്ട് അത് സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന യൂറിക് ആസിഡിനെ നീക്കം ചെയ്യാനും ഈ അയിമുപ്പച്ച അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മളെ സഹായിക്കും. ഇതിൻ്റെ ഇലകളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ യൂറിക് ആസിഡ് കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വീക്കമുള്ളിടത്ത് ഇതിൻ്റെ ഇലകൾ അരച്ചു പുരട്ടുന്നത് വീക്കം കുറയാനായിട്ടും സഹായിക്കും. ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നമുക്ക് BP കുറയാനായിട്ട് ഇത് സഹായിക്കും. അതിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ ക്രമപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് ഇത് സഹായിക്കും. നമ്മുടെ വയറ്റിലെ pHൻ്റെ തോത് നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ളൊരു പ്രതിവിധി കൂടിയാണിത്. ഹൃദയാരോഗ്യത്തിന് ഏറെ സഹായിക്കുന്ന ഇവ കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയ ഹൃദയത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രോഗങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാം. പ്രമേഹ രോഗികൾ ഇതിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ചായ ദിവസവും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായിട്ട് നടത്തി രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയാനായിട്ട് ഇത് സഹായിക്കും. LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഇതേറെ നമ്മളെ സഹായിക്കും. സ്ത്രീകൾക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഏറെ നല്ലതാണ് ഈ അയിമുപ്പച്ച. യൂട്രസിൻ്റെ ആരോഗ്യത്തിനും സെർവിക്കൽ ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകൾക്ക് ഒരു പരിഹാരമായിട്ടും ഒക്കെ ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോക്സിനുകളാണ് പലതരത്തിലുള്ള ക്യാൻസറുകളുടെയും മൂലകാരണം. ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിലൂടെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ടോക്സിനുകൾ ഇല്ലാതാക്കുന്നതിന് ഇത് സഹായിക്കും. അതിലൂടെ നമുക്ക് ഇതുപോലുള്ള ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ടും സഹായിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾക്ക് മാത്രമല്ല, ശരീരത്തിലുണ്ടാകുന്ന നടുവേദന പോലെയുള്ള പല വേദനകൾക്കും ഇതിൻ്റെ ഇല അരച്ചിടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ നീര് പുരട്ടുകയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആശ്വാസം നൽകും.
നമ്മുടെ ശരീരത്തിന് രോഗശാന്തിക്ക് മാത്രമായിട്ടല്ല, ഒരു മികച്ച ജൈവ വളം കൂടിയായിട്ടും കൂടെ നമുക്ക് ഈ ചെടിയെ ഉപയോഗിക്കാം. നെല്ല്, തെങ്ങ്, വാഴ തുടങ്ങിയ എല്ലാ കൃഷിക്കും അടിവളമായിട്ട് ഇതിൻ്റെ ഇലകൾ നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് മണ്ണിനോട് അലിഞ്ഞു ചേരുന്നുവെന്ന പ്രത്യേകതയാണ് ഇതിനെ അടിവളമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത്രയേറെ ഉപയോഗങ്ങളുള്ള ഈ ഒരു ചെടിയെ ഇനിയെങ്കിലും ഒരു കളയാണെന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം.